പോലെ ഗബ്രി ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അപ്പോൾ ഇനി മുതൽ ജബ്രി കോംബോ ഇനി ഇല്ല, ഇനി ജാ മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ബ്രി പുറത്തായിരിക്കുകയാണ്. അപ്പം ഇനി എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെ കുറ്റം പറയും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സങ്കടമുള്ളൂ. കാരണം എല്ലാ എപ്പിസോഡ് കഴിയുമ്പോഴും നമുക്ക് ആരെങ്കിലുമൊക്കെ കുറ്റം പറയാനുണ്ടായിരുന്നു. അതിലും ഏറ്റവും വലിയ ഏര നമ്മുടെ ഏര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രി തന്നെ ആയിരുന്നു, ഗബ്രി ജാസ്മിൻ തന്നെ ആയിരുന്നു. ഇനി അതിൽ നിന്ന് ഒരു പകുതി പോയി. ഇനിയുള്ള എപ്പിസോഡുകളുടെ അവസ്ഥ എന്ത് എന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോൾ ഗബ്രി പോയതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഗബ്രി അതിൽ പറഞ്ഞ പല കാര്യങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതിൽ ഏറ്റവും ആദ്യം എടുത്ത് പറയേണ്ട കാര്യം, ഗബ്രി പറഞ്ഞ ഗബ്രി ആയിട്ട് തന്നെയാണ് ഹൗസിൽ നിന്നത്. ഇങ്ങനെയാണ് ഗബ്രിയുടെ യഥാർത്ഥ പേഴ്സണാലിറ്റി ഇതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ജാസ്മിൻ അതിൻ്റെ അകത്ത് വന്നപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്താണ്, അതായത് ഗബ്രി കാണിച്ചു കൂട്ടിയൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ഈ വക ഐറ്റംസ്, അതായത് കൈ പിടിക്കുന്നതൊക്കെ ഓക്കെ, കടിക്കുക, നക്കുക, ഉമ്മൊക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഗബ്രിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കൂട്ടുകാർക്കും കാമുകിമാരും അതുപോലെ കമ്മിറ്റഡ് ആയ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കുട്ടികളുടെയും പോയിട്ട് ഇതുപോലെ ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു ലെവലിലോട്ട് എത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ബിഗ് ബോസ് ഹൗസ് അല്ല, പുറത്ത് റിയാലിറ്റിയാണ്. അപ്പോൾ കാമുകന്മാരൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരതിനുള്ള മറുപടി അവിടെ തന്നെ വെച്ച് തരും. എനിക്ക് ഗബ്രിയുടെ ഏറ്റവും കൂടുതൽ ദേഷ്യം വരാൻ കാരണം വെച്ചാൽ കാണുന്ന പ്രേക്ഷകരെ പുച്ഛമായിരുന്നു. അവരുടെ ഈ ഒരു കോംബോയെ പറ്റി നെഗറ്റീവ് അഭിപ്രായമാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ പ്രേക്ഷകരെ കുറ്റം പറഞ്ഞിരുന്നതാണ്. അതായത് നമ്മളെയൊക്കെ 80കളുടെ വസന്തമാക്കി ചിത്രീകരിച്ച ആൾക്കാരാണ് ഈ ജാസ്മിനും ഗബ്രിയും. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി പോയാൽ എനിക്ക് ഇത്രയും സന്തോഷം. ഈ സീസൺ 6 ഏറ്റവും എൻജോയ് ചെയ്ത ഒരു എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആയിരിക്കും. ഇതിൽ കൂടുതൽ ഇതിന് മേലെ ഇനിയില്ല. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു. ഇതിൽ കൂടുതൽ നമുക്ക് ആഘോഷമാക്കാൻ പറ്റിയൊരു എവിക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ആഗ്രഹിച്ചിരുന്നാണ്, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചത്. സർപ്രൈസിങ് ആയിരുന്നു. ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗബ്രിയാണ് പുറത്തായെന്ന്. അത് ഒന്ന് ആ എപ്പിസോഡിൽ ആ ഒരു മൊമെൻറ്റ് കാണാനുള്ള ഒരു ത്രില്ലിലാണ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പിസോഡ് കണ്ടിരുന്നത്. നല്ലോണം വലിച്ചു നീട്ടി. പിന്നെ ഗബ്രി പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജാസ്മിനോട് ഗബ്രി പറയുന്നുണ്ടായി, ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജാസ്മിൻ്റെ ഫാമിലിയിൽ പോയി സംസാരിക്കാമെന്ന്. എൻ്റെ പൊന്ന് ഗബ്രി, ആ ഭാഗത്തോട്ടേ നീ പോകണ്ട, ആ പരിസരത്ത് പോകണ്ട. ജാസ്മിൻ്റെ വാപ്പ ചിലപ്പോൾ വെട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീ ആ ഭാഗത്തോട്ടേ പോകണ്ട, നീ വീട്ടിലിരുന്നാൽ മതി. കുറച്ചാൾ പുറത്തുനിന്ന് ഇറങ്ങണ്ട കേട്ടോ, അതാണ് നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതാണ് നല്ലത്. കുറച്ച് നാൾ പുറത്തുനിന്ന് ഇറങ്ങണ്ട, വീട്ടിലിരിക്കും. എല്ലാം ഒന്ന് കൂളായിട്ട് പുറത്തിറങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ എനിക്ക് ഒരാൾ കരയുന്നത് കാണുമ്പോൾ ഇത്രയ്ക്ക് സന്തോഷം വരൂ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് ഡൗട്ടായിപ്പോയി. കാരണം ജാസ്മിൻ ഇരുന്ന് കരയണം കാണുമ്പോൾ സത്യം എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു സന്തോഷമാണ്. ഇത് പറയണ ശരിയാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ എനിക്ക് എൻ്റെ ശരിക്കും റിയലായിട്ട് ഞാൻ അനുഭവിച്ച കാര്യമാണ്. ജാസ്മിൻ ഇരുന്ന് കരയുമ്പോൾ സത്യം എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു സന്തോഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ സാഡിസ്റ്റായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബിഗ് ബോസ് കണ്ടിട്ട്. എനിക്ക് ആ ഒരു ഫീൽ കിട്ടി. കാരണം ജാസ്മിനോടൊക്കെ അറിയുമ്പോൾ ഞാനിവിടെ ചിരിക്കുകയാണ്. എൻ്റെ മൈൻഡിൽ അപ്പോൾ ചിന്ത പോയത്, ജാസ്മിൻ്റെ വാപ്പ വിളിച്ചിട്ട് ഹാർട്ടിൽ ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ പോലും ജാസ്മിന് ഇത്രയും സങ്കടം ഉണ്ടായിരുന്നില്ല. അത്രക്ക് സങ്കടത്തോടു കൂടി കരയുന്നത്. അപ്പോൾ എന്താ പറയാനാ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റായി പോകുന്നതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ അടക്കി വെച്ചോളാം. പിന്നെ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം മെത്തേഡിലോട്ട് വരികയാണെങ്കിൽ ഗബ്രി നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. അതിൽ ആര് എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗബ്രി നല്ല പ്ലെയർ ആയിരുന്നു. ഗബ്രിയെ നമുക്ക് മോശം പ്ലെയർ എന്ന് പറയാൻ പറ്റില്ല. ഗബ്രിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഗബ്രിയുടെ നാക്കാണ്. ആ നാക്ക് തന്നെയാണ് ഗബ്രിയുടെ ശത്രുവായി മാറിയത്. കാരണം അടിപൊളിയായിട്ട് ഗെയിം കളിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിട്ടും പ്രേക്ഷകരായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യണതിൽ തോറ്റുപോയ ഒരാളാണ് ഗബ്രി. അപ്പോൾ ജാസ്മിൻ ആയാലും അങ്ങനെ തന്നെയാണ്. പ്രേക്ഷകരായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ജാസ്മിനും പറ്റിയിട്ടില്ല. ഗബ്രിയുടെ ഓരോ സംസാരവും, അതായത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള വാക്കുകൾ വെച്ച് ഗബ്രി സംസാരിച്ച കളയും. അപ്പോൾ കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇവനെന്താണ് ഈ പറയണത്, ഇവനെന്താണ് ഇങ്ങനെയൊക്കെ, അങ്ങനത്തെ ചിന്തയാണ്. അപ്പോൾ അവൻ എത്ര വലിയ പ്ലെയറാണെങ്കിലും പ്രേക്ഷകർ അവനെ നെഗറ്റീവായിട്ടേ കാണുള്ളൂ. അതായത് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിലായിരിക്കണത്, പ്രേക്ഷകരുടെ വോട്ടുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രേക്ഷകരാണ് നമ്മളെ നോക്കുന്നത്, വിലയിരുത്തുന്നതെന്നുള്ളൊരു ചിന്തയോടുകൂടി നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിലനിന്ന് പോകാം. പക്ഷേ ഇവിടെ ഗബ്രി നേരെ തിരിച്ചായിരുന്നു. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിപ്പോയി. കാരണം ഭയങ്കര വലിയൊരു പ്ലെയർ ആണെന്നുള്ളൊരു അഹങ്കാരം ഗബ്രിക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം. ഗബ്രി പുറത്താവും എന്നുള്ള കാര്യം അവസാനം വരെ ഗബ്രിക്ക് ഉറപ്പില്ല. ഗബ്രി അതിനകത്ത് നിൽക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു കോൺഫിഡൻസിലാണ് ഗബ്രി നിന്ന് വെച്ചത്. ഗബ്രി സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോണ്ട്, പുറത്ത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഗബ്രി അതാണ് ഗബ്രിക്ക് പറ്റിപ്പോയത്. പ്രേക്ഷകരായിട്ടുള്ളൊരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഗബ്രിക്ക് പറ്റിയില്ല. സംസാരിക്കുമ്പോൾ മാന്യമായിട്ട് സംസാരിക്കുക, പ്രേക്ഷകരെ വില കുറച്ച് കാണാണ്ടിരിക്കുക, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് പ്രേക്ഷകരെയും പുച്ഛിച്ച് ഹൗസിലുള്ളവരെയും പുച്ഛിച്ച് താനെന്താ വലിയ സംഭവമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇരുന്ന ഇതായിരിക്കും അവസ്ഥ. എത്ര വലിയ ഗെയിമറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എടുത്ത് പുറത്ത് കളയും. ഇപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും ലാസ്റ്റ് വന്നത് ഗബ്രി നോറയുമാണ് ഏറ്റവും ലാസ്റ്റ് വന്നത്.
അപ്പോൾ ഇനി നാളത്തെ എവിക്ഷനിൽ ഇനി നോറ ഋഷി പോകുമെന്നൊക്കെയുള്ളൊരു ഡൗട്ടാണ്. അതോ ഇതോടുകൂടി എവിക്ഷൻ അവസാനിപ്പിക്കുമെന്നാണ്. നോറയും കൂടി പോവുകയാണെങ്കിൽ ഹൗസിലുള്ള കംപ്ലീറ്റ് ആളുകളുടെയും കിളി പോകുന്നുള്ള ഒരു ഉറപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ എല്ലാവരുടെയും കിളി ഏകദേശം പോയിട്ടുണ്ട്. കാരണം അത്രയും എല്ലാവരും ഹൗസിലെല്ലാവരും ഫൈനൽ ഫൈവിലോട്ട് തള്ളി കയറ്റി വിടാൻ കാത്തിരുന്ന ഒരാളാണ് ഗബ്രി. അപ്പോൾ എല്ലാവരുടെയും മൈൻഡ് ഒന്ന് പാളിയിട്ടുണ്ട്. ഇനി പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരണ്യം പിന്നെ നമ്മുടെ ശ്രീരേഖയും ജന്മം ഉണ്ടെങ്കിൽ ആ പവർ റൂമിൽ നിന്ന് ഇറങ്ങില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ എപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പുറത്ത് കാല് വെക്കുന്നു അപ്പോൾ തന്നെ തൂക്കെടുത്ത് പുറത്ത് കളയുന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ഗബ്രിയെ പോലെ ഒരു പ്ലെയർ പോയ സ്ഥിതിക്ക് അവിടെ സേഫായിട്ടിരിക്കണം പലരുടെയും കിളി മാറിയിട്ടുണ്ട്. ഒരുപാട് പേരുണ്ട് അതിൻ്റെ അത് സേഫായിട്ട് ഗെയിം കളിക്കുന്നത്. എനിക്ക് വിഷമം നമ്മുടെ ജിൻഡോൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് പേഴ്സണലി ജിൻഡോ ഈ ജാസ്മിനോടും ഗബ്രിയോടൊക്കെ പോയിട്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോഴായിരുന്നു എനിക്ക് ഇഷ്ടം. കാരണം ബാക്കിയുള്ളവരാരും ജിൻഡോക്ക് പറ്റിയൊരു ഏരായിരുന്നില്ല. അപ്പോൾ ജിൻഡോ ഇവരോട്ട് പോയി കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഗബ്രി പോയ സ്ഥിതിക്ക് ജാസ്മിൻ ഇനി ഒന്ന് താഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജാസ്മിൻ്റെ കരച്ചിൽ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ജാസ്മിൻ ഇത്ര വിഷമം വന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ജാസ്മിനും ആ വഴിക്ക് അങ്ങ് ഇറങ്ങിപ്പോൾ കൂടെ എന്നെനിക്ക് തോന്നി. അവിടെ ഇരുന്ന് മാറിയിരുന്ന് കരയുന്നത് മാത്രമല്ലാണ്ട് വേറെ ഒന്നുമില്ല. വേറൊരു കാര്യം ശ്രദ്ധിക്കണമായിരുന്നു. മറ്റേ കർട്ടൻ വലിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ, ആരാണ് എവിക്റ്റ് ആയെന്നുള്ളത്. ആ കർട്ടൻ വലിച്ച സെറ്റ് ഗബ്രിയുടെ ഫോട്ടോ അതിൻ്റെ അകത്ത് കണ്ടപ്പോൾ ജാസ്മിൻ്റെ മുഖത്ത് അറിയാണ്ടൊരു ചിരി വന്നു പോയി. പിന്നീട് അത് കരച്ചിലാക്കി മാറ്റാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെടുന്ന ജാസ്മിനെ ഞാൻ കണ്ടായിരുന്നു അവിടെ. പിന്നെ കാര്യം ലെവലിലോട്ട് വന്ന് കരച്ചിൽ തുടങ്ങി. ഓക്കെ, ലെവലിലോട്ട് വന്ന് കയ്യിൽ നിന്ന് പോയ പോലത്തെ കരച്ചിൽ. അപ്പോൾ എനിക്ക് തോന്നിയ ജാസ്മിൻ അവിടെ കപ്പടിക്കാൻ വന്നതാണോ ഗബ്രിക്ക് വേണ്ടി വന്നതാണോ എന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മളിപ്പോൾ ടി വി കൂടെ അല്ലേ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ചോദിച്ചില്ല. പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കും, എല്ലാവരും ചോദിക്കും. അപ്പോൾ ജാസ്മിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമുണ്ട്. ഇനിയാണ് കളി മാറാൻ പോകുന്നത്. ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആയിരുന്നു. പലരും ഗെയിമുകൾ ഇനി മാറും. പലരും പല സ്ട്രാറ്റജിയും ഇനി ഇറക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ പിടിച്ചു വന്നിരുന്ന ഒരു ലെവലിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്ത് പോകുമെന്ന് അവർക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഗബ്രി പുറത്ത് പോകാനുള്ള ഏറ്റവും വലിയ മാസ്റ്റർ പ്ലാൻ ഇറക്കിയത് സത്യം പറഞ്ഞാൽ സിബിനാണ്. കാരണം സിബിൻ വന്ന വീക്ക് സിബിനകത്തിരുന്ന് ഇട്ടൊരു പ്ലാനാണ്. ഈ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നോമിനേഷനിൽ ഒരേപോലെ വന്നാലേ ഇതിലൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. അന്ന് അവിടെ ഇട്ടൊരു പ്ലാൻ എന്ന് പറഞ്ഞാൽ സിബിനാണ് ആ പ്ലാൻ ഇറക്കിയത്. ആ സിബിനിട്ട പ്ലാൻ പിന്നീട് എക്സിക്യൂട്ട് ചെയ്തത് ഇപ്പോൾ നമ്മുടെ സിജോയുടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി സിജോയോട് ഒരു പ്രത്യേകം ഗുഡ് ബൈ പറഞ്ഞിട്ട് പോയത്. കാരണം സിജോ ഈ ഒരു പ്ലാൻ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അകത്ത് പോയി ആ പ്ലാൻ ഇറക്കിയതും. സത്യം പറഞ്ഞാൽ പ്ലാൻ ആദ്യം ഇറക്കിയത് സിബിൻ തന്നെയാണ്. അത് കറക്റ്റായിട്ട് അവിടെ കൊള്ളേണ്ടടുത്ത് കൊള്ളുകയും ചെയ്ത് ഗബ്രി പോവുകയും ചെയ്ത്. പിന്നെ എപ്പിസോഡിലോട്ട് വരികയാണെങ്കിൽ എപ്പിസോഡിൽ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും ഉണ്ടായില്ല. എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നിയ കാര്യം നോറയ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് നോറയെ ഇത്രയ്ക്ക് അങ്ങ് പൊക്കി പറയുന്നതെന്ന്. കാരണം അവിടെ നല്ല അടിപൊളിയായിട്ട് കളിച്ച പട്ടാളക്കാരെ എത്ര പേര്, അതായത് ഗെയിമിൽ എത്ര പേര് അടിപൊളിയായിട്ട് കളിച്ചു, എത്ര പേര് അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്ത്, എത്ര പേര് അടിപൊളിയായിട്ട് അറ്റാക്ക് ചെയ്ത്, അത് ആർക്കും ഒരു വിലയില്ലാത്ത രീതിയിൽ നോറയ്ക്ക് കൊണ്ടൊരു അവാർഡ് കൊടുത്തത് എന്തിനാണെന്ന് സത്യം എങ്ങനെ ഇരുന്ന് ആലോചിച്ച് നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. ഈ നോറയെ തന്നെ ബൂസ്റ്റ് ചെയ്ത് പൊക്കി പറഞ്ഞാണ് നമ്മുടെ സിബിനെ അന്ന് അടിച്ചിരുത്തിയത്. നോറയ്ക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്തില്ല, നോറയെ എന്തിനു പണിഷ് ചെയ്തു, ആ ഒരു കാര്യം പറഞ്ഞാണ് കൂടുതലും നമ്മുടെ സിബിനെ അന്ന് ലാലേട്ടൻ അന്ന് ഇരുത്തി വറുത്തത്. അപ്പോൾ ഈ നോറയെ എല്ലാ ആഴ്ചയും വന്നിട്ട് ലാലേട്ടൻ അത്യാവശ്യം ബൂസ്റ്റ് ചെയ്തിട്ട് പോകുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. ഇനി ജാസ്മിൻ ഒരു കപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് നോറയ്ക്ക് ഒരു കപ്പ് എന്നാണോ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നോറ ഇന്ന് അവാർഡ് കൊടുത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതും പ്രേക്ഷകർ വോട്ട് ചെയ്തുകൊണ്ടാണ്. അതായത് ഹോട്ട്സ്റ്റാറിൽ പോൾ ഇട്ടതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നോറക്കാണ്. സാധാരണ ഒരു പോൾ ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വന്ന ആളാണ് നോറ. ആ നോറയ്ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ഹോട്ട്സ്റ്റാറിൽ കൊടുത്തത് ആരൊക്കെയാണെന്ന് എനിക്കൊന്ന് ആരെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, നോറയ്ക്ക് ആ വോട്ട് കൊടുത്ത ആരാണെന്ന്. അപ്പോൾ നോറയെ അങ്ങനെ ഏറ്റവും വലിയ നല്ലൊരു ജവാനാക്കി ചിത്രീകരിച്ചു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം ജിൻഡോൻ്റെ ഒരു കേസ്. അതായത് ജിൻഡോ സായെ നട്ടൽ വയ്യാത്തവൻ എന്ന് വിളിച്ചത് എടുത്തിടാൻ നോക്കിയ നന്ദനയുടെ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ലെവലിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നന്ദനെ എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് നന്ദനക്ക് തന്നെ ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ്. നന്ദനെ ചിലപ്പോൾ രാവിലെ ഒരു ടീമിൻ്റെ കൂടെ ഇരിക്കും, വൈകുന്നേരം വേറെ ടീമിനെ സപ്പോർട്ട് ചെയ്യും, അവർ പറയുന്നതായിട്ട് വേറെ ആളുകളെ എതിർക്കും. അങ്ങനത്തെ ഒരു ലെവലിലാണ് നന്ദന പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ഈ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒരു കുറച്ചും കൂടി പേഴ്സണലായിട്ട് എടുക്കുന്ന ഒരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. അത് പല ലൈവുകളിൽ പല സിറ്റുവേഷനിൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. ഫുഡ് ഷെയർ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ച് മടിയുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു ഇഷ്യൂവിൽ ഇന്നലെ
അതായത് ഐസ്ക്രീമിൻ്റെ ഒരു ഇഷ്യൂ ഇല്ലേ, ഇഷ്യൂ ഒന്നും ഞാൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല, ശ്രീരേഖയായിട്ടുള്ള ഇഷ്യൂ ആണ്. അപ്പോൾ ശ്രീരേഖയെ പറ്റി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇഷ്യൂ എടുത്ത് പറയാത്തത്. ഇന്നത്തെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട് ആ ഇഷ്യൂവിൽ ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചിലാണ്. ഇന്ന് വൈകുന്നേരം വരെ ശ്രീരേഖ അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ താല്പര്യമില്ല. ശ്രീരേഖ അവിടെ ഒറ്റപ്പെട്ട സ്ട്രാറ്റജിയൊക്കെ ഇറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അത് പോട്ടെ, അതതിൻ്റെ വഴിക്ക് വിടാം. എന്ന് വാർ റൂമിൽ നിന്ന് ഇറങ്ങുന്നു അന്ന് അടിച്ചു വെളി കളയാനുള്ളതായതുകൊണ്ട് നമ്മളത് ഉപേക്ഷിച്ചു, ആ ഒരു കേസ് വിട്ടു. അപ്പം നന്ദന അതിൻ്റെ ഇടയിൽ ജിൻഡോക്ക് ഇട്ട് താങ്ങാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. ജിൻഡോ അത് 4 മടക്കി തിരിച്ച് നമ്മുടെ നന്ദനക്ക് കൊടുത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാൻ യുദ്ധത്തിൽ അവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എൻ്റെ എതിരാളികൾക്കെതിരെ ഞാൻ ഇഷ്ടമുള്ളത് പറയും, അതെൻ്റെ ഇഷ്ടമാണ്, അവരെ തളർത്തുക എന്നുള്ളൊരു ലക്ഷ്യമാണ്. അതിന് ഞാൻ എനിക്ക് വായത്തൊന്നും വിളിച്ച് പറയുന്നു. ലാലേട്ടൻ അപ്പം അതെ നന്ദനയുടെ ആ സമയത്ത് ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു, ഓക്കെ ലാലേട്ടനും നന്ദന വിചാരിച്ച് ഇതിൻ്റെ പേരിൽ കയറി നന്ദനയുടെ കൂടെ നിന്നിട്ട് ജിൻഡോക്ക് ഇട്ട് ലാലേട്ടൻ 2 കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ ശശിയായി പോയ നന്ദനയാണ് ഞാൻ കണ്ടത്. പിന്നെ പറയാനാണെങ്കിൽ ഓവർ ക്യൂട്ട്നെസ് വാരിയിടുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അതിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. അപ്സരയൊക്കെ ക്യൂട്ട്നെസ് വാരിയിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നുണ്ടായില്ല. പിന്നെ ശ്രീതു കാര്യമായിട്ട് ലാലേട്ടൻ മൈൻഡ് ചെയ്തില്ല എന്ന് തന്നെ പറയണം. പിന്നെ അറിയാലോ നോറയുടെ ക്യൂട്ട്നെസ്, നോറ ലാലേട്ടൻ വരുന്ന എപ്പിസോഡുകളിൽ വേറൊരു ക്യാരക്ടറാണ്. അപ്പോൾ നോറയുടെ ആ ഒരു ക്യാരക്ടർ ഒന്നുണ്ടായിരുന്നു. ലാലേട്ടൻ നോറ എന്നൊക്കെ വിളിക്കുമ്പോൾ തന്നെ നോറ ഓ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ക്യൂട്ടായിട്ട് അങ്ങ് എണീറ്റ് നിൽക്കുന്ന സിറ്റുവേഷനാണ്. ഹൗസിലാരെങ്കിലും നോർമൽ ദിവസം നോറ എന്ന് പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്നെ നോറ എന്ന് വിളിച്ചത്, എന്നെ നോറ എന്ന് വിളിച്ചത് എന്തിനാണ്, അത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചല്ലേ നിങ്ങൾ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ഒരാളാണ് നോറ. ആ നോറ ലാലേട്ട വരുന്ന എപ്പിസോഡിൽ ഇത്രയും പാവം കുട്ടി വേറെ ഉണ്ടോയെന്ന് തോന്നി. ലാലേട്ട വരുന്ന എപ്പിസോഡ് മാത്രം കാണണമെങ്കിൽ നമ്മളെല്ലാവരും നോറക്ക് വോട്ട് കൊടുക്കും, കാരണം അത്രയും നല്ല കുട്ടി വേറെ ഉണ്ടാവില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന ഈ ടാസ്കുകൾ പൊതുവെ എനിക്കിഷ്ടമല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ആഴ്ചത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് കേൾക്കാനും അതിൽ ഹൗസിലുള്ളവരെ മറുപടി കാണാനും പിന്നെ എവിക്ഷൻ്റെ കാര്യങ്ങൾ അറിയാനും ഇതിനൊക്കെയാണ് ഞാൻ വീക്കെൻഡ് എപ്പിസോഡിൽ ത്രില്ലടിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ടാസ്ക് കുത്തിക്കയറ്റുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. എനിക്കത് കാണാനും താല്പര്യം ഉണ്ടാവില്ല. പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡ് ആയതുകൊണ്ട് ഒരു രീതിയിൽ കണ്ടിരുന്ന് പോകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ സ്റ്റോറി പറഞ്ഞു പോകുന്ന സംഭവമാണല്ലോ. അപ്പോൾ ഒരു സ്റ്റോറി ആദ്യം കേട്ടു, എല്ലാവരും കേട്ട് വന്നു. അതിൽ ശരണ്യയുടെ എത്തിയപ്പോൾ ശരണ്യ പറഞ്ഞ കഥ ഒരു ബന്ധമില്ലാത്തൊരു കഥ. അതായത് അവിടെ ഒരു ഫൺ എലമെൻ്റ് ആഡ് ചെയ്യാൻ നോക്കിയാണെന്ന് തോന്നുന്നു. അതായത് ലാലേട്ടൻ സെപ്പറേറ്റ് വിളിച്ചിട്ട് ശരണ്യ ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ശരണ്യയുടെ പേരെടുത്ത് പറയാൻ വേണ്ടി ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയ്ക്ക് ബുദ്ധിയും ബോധമില്ലാത്ത ഒരാളല്ല ശരണ്യ. അങ്ങനെ ശരണ്യ അവിടെ ഒരു സ്റ്റോറി ചേഞ്ചിങ് നടത്തിയ സമയത്ത് ലാലേട്ടൻ പിന്നെ അതിൻ്റെ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ലാലേട്ടൻ പതിക്കൊന്ന് കലിപ്പായി വന്നതാണ്. പിന്നെ അപ്പോൾ തന്നെ മറ്റേ ഇയർഫോണിൽ സ്റ്റേജിൻ്റെ പുറയുന്ന ആളുകൾ ലാലേട്ട കൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ പിന്നെ ചിരിച്ച് വിട്ടതാണ്. ലാലേട്ടൻ സത്യം പറഞ്ഞാൽ പൊളിഞ്ഞ് കയറിയെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. അത് ആകെയിട്ട് ആർക്കാരും തോന്നില്ല, ഒരു ബന്ധമില്ലാത്ത കഥ. അതായത് മര്യാദക്ക് പോണൊരു കഥയിൽ അവിഹിതം കുത്തിക്കയറ്റിയ ലെവലിലോട്ടാണ് പോയത്. അപ്പോൾ എന്തായാലും ഈ വക കാര്യങ്ങളൊക്കെയാണ് എടുത്തു പറയാനായിട്ട് ഉള്ളത്. അപ്പോൾ എന്തായാലും നാളെ ഒരു എവിക്ഷൻ ഉണ്ടാവുകയോ ഇല്ല എന്നുള്ള കാര്യം നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. എന്തായാലും ഹാപ്പിയാണ്. നല്ലൊരു ഗെയിമർ നഷ്ടമായതിൽ വിഷമമുണ്ട്, എന്നാൽ പ്രേക്ഷകരെ പുച്ഛിച്ച ഒരാൾ പോയതുകൊണ്ട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ് ഉണ്ട്, ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.